ഹലോ, അപ്പോൾ ഇന്ന് നമ്മളുടെ ഗൈനിയിലെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. വാർഡിൽ പോയപ്പോഴത്തേക്കും റൗണ്ട്സ് ഒക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ കുറച്ച് നേരം റൗണ്ട്സ് ഒക്കെ ചെയ്ത് പിന്നെ വാർഡിൽ കണ്ടത് പുതുതായി TV വെച്ചിട്ട് എങ്ങനെയാണ് മുലയൂട്ടേണ്ടത്, കുട്ടിനെ നോക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആനിമേറ്റഡ് വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് മച്ച് നീഡഡ് ആയിട്ട് തോന്നി. അടുത്തത് നിങ്ങൾക്ക് സ്കിൽ ലാബ് കാണിച്ചു തരാം കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു നോർമൽ ഡെലിവറി വീഡിയോ ആക്കി കാണിച്ചു തരാൻ പറ്റുമെന്ന്. പക്ഷേ ഒരിക്കലും ഇല്ല കേട്ടോ. നാളെ നിങ്ങളുടെ വീട്ടുകാരൊക്കെ വരുമ്പം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ പഠിക്കുന്നത് ഇതേപോലത്തെ ഡമ്മി ബോഡീസ് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഇത് കണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കൊന്നും വേണ്ട. നമ്മളെ കണ്ണിനെ അല്ലെങ്കിൽ മൂക്കിനൊക്കെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഓർഗനെയും നമ്മൾ സ്നേഹിക്കും, റെസ്പെക്ട് ചെയ്യുകയൊക്കെ വേണം. പിന്നെ ഇതാണ് കേട്ടോ സിസേറിയൻ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പോകുന്ന കാഴ്ച ഉള്ളിലത്തെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ എംബ്രിയോന്റെ സ്റ്റേജസും കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഡെലിവറിയാണ് കേട്ടോ. ആ കുട്ടിനെ പ്രസവിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, ആ അമ്മ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിനെ മാറോട് ചേർക്കുന്നത്, അതിലും വലുതൊന്നുമില്ലാന്ന്. ഇതാണ് നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വൈവും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒപ്പിടാനുണ്ടായിരുന്നു കേട്ടോ. നാളത്തോടെ കഴിയും, അഥവാ സൺഡേത്തോടെ നമ്മൾ ഇന്റേൺഷിപ്പ് കഴിയാൻ പോവാണ്. അങ്ങനെ മാം നമുക്ക് ബെസ്റ്റ് ഓഫ് ലക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് HOD എന്നോട് ലോഗ് ബുക്കിലൂടെയും സൈൻ വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ PSN ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൂടി ഫുള്ളി എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു സൈനും കൂടി വാങ്ങിച്ച് അതോടുകൂടി നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫൈസ് മുഴുവനായിട്ട് ഡോക്ടർ ആവാൻ പോവാണ്. ഇത് നമ്മുടെ വിജയം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള മുട്ടായാണ്, എടുത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം അവരോട് വർത്താനം പറഞ്ഞു കുത്തിരുന്ന് आएगा केरला फिर? केरला तो बताएं डॉक्टर साहब, चलो आप आए यहाँ पे जॉब करेंगे, यहाँ पे तो इधर जॉब करना है, इधर करना आपने, जहाँ मिल जाएगी वहाँ करेंगे हम जॉब. आपका नंबर पड़ जाएगा डॉक्टर साहब. കോളേജ് വിട്ട് പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നുള്ളത് ഇതുപോലത്തെ ബന്ധങ്ങളും കൂടി നഷ്ടപ്പെടാൻ പോകുക എന്നുള്ളതാണ്. ഇവർക്ക് വാട്സപ്പ് പോയിട്ട് ഫോൺ പോലെ എടുക്കുക യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഈവനിങ്ങിനെ പ്രസാദിക്കുക എക്സാം എഴുതാനും വേണ്ടി പോകുന്നുണ്ടായിരുന്നു. ഇക്കാച്ചി എക്സാം എഴുതാൻ പോവാണ്. ഇക്കാച്ചി കോൺഫിഡന്റ് ആണോ? ബാഗ് മുഴുവൻ പുസ്തകമായിട്ട് ഇക്കാച്ചി പോകുന്നു ഗൈസ്. ആദ്യം കുടിക്കാം. സൈക ശുഭലക്ഷണമാണ് ഗൈസ്. സൈക പരീക്ഷ എഴുതുന്നതിലല്ല, അപ്പിടാനാണ് നമ്മൾ ATM കാലി അടിക്കാൻ വന്നതാണ്. സൈക സോ വാട്ട് എന്താന്നാലും നിങ്ങളെ പേരില്ല സന്തോഷം തരുന്നത് എന്താണ്? ആവശ്യം കേൾപ്പിക്ക്. വന്നില്ല കടിയ നമുക്ക് കഴിക്കാം, ഫുഡ് ചെയ്യും. സൈക്ക് പറഞ്ഞ എന്താ വെച്ചാൽ എടുത്തോന്നാണ്. എല്ലാം എടുത്താലോടാ. നിനക്കെന്താ നിനക്കെന്താ വേണ്ടേ? ഐസ്ക്രീം എടുത്തു. വില കുറവാണല്ലോ. ഒന്ന് ഹെൽത്തി ആവട്ടെ. ഗൈസ് നമ്മൾ നരകത്തിലേക്ക് പോകാൻ പോവുകയാണ്. നീ വരുന്നോടാ? നരകം വാങ്ങുകയാണ് ഗൈസ്. നരകത്തിലോ കൊച്ചു നരകത്തിലോ. എങ്ങനെ നരകത്തിൽ പോവാം? ട്യൂട്ടോറിയൽ ബൈ മുഹമ്മദ് ഫൈസ്. നരകത്തിൽ പോയി നീ പോകുന്നു, നീ പോയിട്ട് വാ. സൈക്ക് നരകത്ത് സൈക്ക് നരകത്ത് പോയി ഗൈസ്. നിനക്കൊരു നരകം, എനിക്കൊരു ഐസ്ക്രീം. ഗൈസ് ഐസ്ക്രീം തിന്നു, സൗഹൃദമണിയും. സൈക്ക് ആദ്യം പോയിട്ട് മുന്നിൽ ഇറങ്ങാനുള്ള നേക്കാണ്. ഏട്ടൻ നമുക്ക് ബൈ വല്ലതും തായോ? ബൈ ഗരീബ് ഗരീബ്. ഫോട്ടോ എടുത്തില്ല. കടലാണോ? ഞാൻ വാങ്ങിച്ചു തരും കടല. അങ്ങനൊന്നുമില്ല, കാശായ പോരാ. भाई थोड़ा सा टेस्ट करने के लिए दे दे. ഇത്രയൊക്കെ കൊടുത്തില്ല നമ്മള്. ഏതാ വേണ്ടി? പട്ടാണി കടലാണോ? പട്ടാണി വേണോ? ലാഭം തന്നെ. ഇക്കാച്ചി കടല. ഈ കടല ടേസ്റ്റ് ഇല്ലടാ, ഒരു ചീഞ്ഞ കടല. അത് ഉപ്പ്. ഇക്കാച്ചി ഉമ്മ വെച്ച് കളിക്കുന്നു. ലക്ഷ്മി ഒരു ചോദ്യം കൂടെ. ലക്ഷ്മി അപ്പം പ്രസാദിന്റെ ഗിവ് വൺ ലൈഫ് ഫോർ പ്രസാദിക. ലക്ഷ്മി വേണം പ്രസാദിക. ലക്ഷ്മി പ്രസാദിക പറഞ്ഞോ. പോണേന്റെ മുമ്പ് പറഞ്ഞോ, അത് കുഴപ്പമില്ല. പോണേന്റെ മുമ്പ് പറഞ്ഞോ. പ്രസാദിക പ്രോയാ. ओ बाय 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 एग्जाम वाला बाय बाय रुको बाय बाय रुको ये प्रसाद मोनू
बाय इनको पानी दे दो थोड़ा पहुंच जाते इनको പ്രസാദിക എക്സാം പൊട്ടിട്ട് വാ അങ്ങനെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പർവേഷ് ഭായി കാറായിട്ട് വന്നിരുന്നു കേട്ടോ. പക്ഷേ അപ്പോഴത്തേക്കും നമുക്ക് എമർജൻസി നിന്ന് ഒരു അർജൻറ്റ് കോൾ വന്നു. ചെസ്റ്റ് പെയിനും ഷോൾഡർ പെയിനും ആയിട്ട് നമ്മൾ അറിയുന്ന ഒരു പേഷ്യൻറ്റ് വന്നു എന്നുള്ളത്. ചെസ്റ്റ് പെയിൻ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോകണം കേട്ടോ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അവിടെ പോയി അവർക്ക് മരുന്നൊക്കെ പോയി നോർമലായിരുന്നു. എമർജൻസിയിൽ ഇഞ്ചക്ഷനിലായിട്ട് നമ്മൾ വാർഡ് പോയി. നമ്മൾ നോണാന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ ഞെട്ടിട്ടാ. मेरा बहुत है डॉक्टर फाइज को नाम बोल के बहुत लोग आएगा अब അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ളോഗ് കാണാം. സി യു.